വിഴിഞ്ഞം പദ്ധതിയിൽ കേരളത്തെ മനഃപൂർവ്വം ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന്റെ പരസ്യം. മോദിയുടെ ചിത്രവുമായി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിലടക്കം കേരളത്തെ അവഗണിച്ച കേന്ദ്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് 8686 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇതിൽ 5370.86 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2497 കോടി രൂപ അദാനി പോർട്സും വഹിക്കും. പദ്ധതിക്ക് വേണ്ടി വരുന്ന തുകയുടെ 61.83% സംസ്ഥാന സർക്കാർ വഹിക്കുമ്പോൾ 28.75% അദാനി പോർട്ടാണ് വഹിക്കുന്നത്. 9.42% കേന്ദ്രത്തിന്റെ VGF ഗ്രാന്റ്. കേന്ദ്രം നൽകുന്ന VGF വിഹിതത്തിലും കേരളം ലാഭവിഹിതം നൽകണം. അതായത് VGF വിഹിതം 817.80 കോടി രൂപയാണെങ്കിൽ തിരിച്ചടവിന്റെ കാലയളവിൽ പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് 10,000 മുതൽ 12,000 കോടി രൂപയായി സംസ്ഥാനം തിരിച്ചടയ്ക്കണം. ഫലത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്രത്തിന്റെ വിഹിതം 0 എന്നതാണ് സാരം. മാത്രമല്ല, പലിശയടവിന്റെ ബാധ്യത സംസ്ഥാനത്തിന്റെ ചുമരിൽ കേന്ദ്രം കെട്ടിവയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ അവഗണനയ്ക്ക് ശേഷമാണ് വിഴിഞ്ഞം പദ്ധതിയിൽ കേരളത്തെ മനഃപൂർവ്വം ഒഴിവാക്കി കേന്ദ്ര സർക്കാർ പരസ്യം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവുമായി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഒരു പരാമർശവും പരസ്യത്തിലില്ല. കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന നിലയിൽ മാത്രമാണ് പരസ്യത്തിലെ വാചകങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.